أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നിങ്ങൾ ഈ ഇജ്തിമായിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങളുടെ മാനസികവും ആത്മീയവും ധാർമ്മികവുമായ കാര്യങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ശബ്ദം ശരിയാണോ? ലജനയുടെ സ്ഥാപനം ഒരു പ്രത്യേകമായ ശാഖാ സംഘടനയുടെ ആയിട്ടാണ് ഹസ്രത്ത് മുസ്ലിം മൗദ് ഈ ജമാഅത്തിന് നൽകിയ ഒരു അനുഗ്രഹമാണ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ അഹമ്മദി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ കുട്ടികളും സ്ത്രീകളും പൂർണ്ണമായും അള്ളാഹുവുമായി ശ്രദ്ധയോടുകൂടി ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പുരുഷന്മാരുടെ യാതൊരു കൈകടത്തലും ഉണ്ടാകരുത്. ഈ സംഘടനയുടെ സ്ഥാപനം ഉദ്ദേശം സ്ത്രീകളെയും കുട്ടികളെയും മാർഗദർശനം നൽകുന്നത്, അതായത് ഉന്നതമായ നിലയിൽ അവരുടെ ആത്മീയമായും തക്വയുടെ നിലവാരത്തെ അതിൻ്റെ വിജ്ഞാനത്തിനനുസൃതമായ രീതിയിൽ അത് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വളരെയധികം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് സംസാരങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകളും നടക്കുന്നുണ്ട്. ഉദൂർ പറയുന്നു, ഈ സമൂഹത്തിൽ സ്ത്രീകൾ ഉയർത്തുന്ന ശബ്ദം മുമ്പ് അവരിൽ നിന്നും ഇല്ലാതാക്കിയ അവകാശങ്ങൾ അവർക്ക് തിരിച്ചു നൽകണം. പുരുഷന്മാർ ഞങ്ങൾ സ്ത്രീകളുടെ യജമാനരാണെന്നുള്ള അവരുടെ അവകാശം, അവർക്ക് സ്ത്രീകളുടെ അവകാശം നൽകാൻ സാധിക്കുമെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ പൊള്ളയായിട്ടുള്ള അവകാശവാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. സ്ത്രീകളുടെ അവകാശം സംബന്ധിച്ച് സംസാരിക്കുന്നവർ യഥാർത്ഥത്തിൽ ശരിയായ പരിശ്രമം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്നില്ല. പല സ്ത്രീകൾ യൂണിവേഴ്സിറ്റിയിലെ വലിയ അർഹരായ സ്ത്രീകൾ അവർക്ക് ഇത് സംബന്ധിച്ച് വളരെയധികം വ്യക്തമായി പറയുന്നത്, വളരെയധികം അവകാശങ്ങൾ സ്ത്രീകളിൽ നിന്നും എടുത്തിരിക്കുന്നു. ജമാഅത്ത് സ്നേഹവും ഹൃദയങ്ങളെ കൂട്ടിയിണക്കുന്നതിന് വേണ്ടി മാത്രമല്ല മറിച്ച് യഥാർത്ഥത്തിൽ അഹമ്മദി സ്ത്രീകൾ മാത്രമാണ് ഈ ലോകത്തിന് മുന്നിൽ അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. 1400 വർഷം മുമ്പ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ അവകാശങ്ങൾ, അവർക്ക് നൽകിയ സ്വാതന്ത്ര്യം, അതിനുവേണ്ടി അവർക്ക് ഒരു പുരുഷൻ്റെ ആവശ്യമില്ല ആ അവകാശങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി. കാരണം അള്ളാഹു സ്വയം സ്ത്രീകൾക്ക് അതിനുള്ള പ്രാപ്തി നൽകിയിട്ടുണ്ട്.
അവർക്ക് അതിനനുസരിച്ചുള്ള സമൂഹത്തിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. വളരെ ശക്തമായി പറയാൻ കഴിയും, ഒരു ഭൗതികരിൽ നിന്നുള്ള ഇതിനെ സംബന്ധിച്ചുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, അത് നേടാനുള്ള ആഗ്രഹം എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർ അള്ളാഹു നൽകിയ ആ അവകാശങ്ങൾ അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ലഭിച്ച അവകാശങ്ങളാണ്. അതേ നിയമം തന്നെയാണ് 1400 വർഷം മുമ്പ് അള്ളാഹു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ നൽകിയത്. അതിനെ ഇത് ദൃഢമായി പറയുകയുണ്ടായി, ആ വികാരങ്ങൾ, അനുഭവങ്ങളെല്ലാം തന്നെ അതൊരു തരത്തിലും പുരുഷന്മാരിൽ നിന്നും കുറവല്ല. അള്ളാഹു നൽകിയ അധ്യാപനം, സ്ത്രീകളുടെ സ്ഥാനം ഒരിക്കലും പുരുഷന്മാർക്ക് താഴെയല്ല. സ്ത്രീകളെ ഒരിക്കലും തന്നെ ആക്രമിക്കരുത്, അവർ ദ്രോഹിക്കരുത്. ഒരു പുരുഷനും സ്ത്രീകൾ അവർക്ക് അവകാശം നൽകാത്ത പുരുഷന്മാർ, അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ അപരാധികളാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ അവർക്ക് ഇത് മറുപടി പറയേണ്ടി വരും. ഒരു ഭാഗത്ത് അള്ളാഹു സ്ത്രീകൾക്ക് പല അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. അത് സമത്വത്തിനുള്ള അടയാളമാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ അവർ പൂർത്തിയാക്കേണ്ടതാണ്. അള്ളാഹു സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ തഖ്വയുള്ളവരായിരിക്കണം, നന്മയിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം, അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയവരായിരിക്കണം. അപ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ മുന്നിൽ അവർ ശരിയായ സ്ത്രീകളായിരിക്കുകയുള്ളൂ. തഖ്വയുടെ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയാണ്. അള്ളാഹു വിശ്വാസികൾക്ക് ഒരുമിച്ച് അവർക്ക് ചില സമയത്ത് പുരുഷന്മാരെ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടും. ചിലപ്പോൾ വ്യത്യസ്തമായിട്ടും അള്ളാഹു പല അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അതിൽ പ്രധാനപ്പെട്ടത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യഥാർത്ഥ വിശ്വാസം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്. അതുകൂടാതെ ഓരോരുത്തരും, എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ നന്മയിലും സൽപ്രവർത്തികളിലും ഒരേപോലെയുള്ള പ്രതിഫലമാണ് ലഭിക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമിടയിൽ അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നൽ മുസ്ലിമീന മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ കാനിതീന വൽ കാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബീന വസ്സാബിരാത്ത് വൽ ഖാശീന വൽ ഖാശിയാത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് വസ്സായിമീന വസ്സായിമാത്ത് വൽ ഹാഫിദീന ഫുറൂജഹും വഹാഫിദീന ഫുറൂജഹും വൽ ഹാഫിദാത്തി വസാക്കിരീന കസീറൻ സാക്കിരിൻ കസീറൻ വഅദല്ലാഹു ലഹും അജ്റൻ അദീമ. നിശ്ചയമായും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അനുസരണം പ്രവർത്തിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അനുസരണം പ്രവർത്തിക്കുന്ന സ്ത്രീയും പുരുഷന്മാരും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ദീനിൽ ഉറച്ചു നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹു അവർക്കെല്ലാവർക്കും പൊറുക്കലും
മഹത്തായ പ്രതിഫലവും വെച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു ആ എല്ലാ നന്മകളെയും അതിൻ്റെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയാണ്. അവർ ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിനി അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയായിരിക്കുമെന്നുള്ളത് അള്ളാഹു ഈ അധ്യാപനത്തെ അനുസരിച്ച് ഒരു അഹമ്മദി സ്ത്രീ എങ്ങനെയായിരിക്കണം, അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയെ എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്, അത് നിങ്ങൾ സ്വയം തഖ്വയിൽ ചരിക്കുന്നവരായിരിക്കണം. എങ്ങനെയാണ് വിശ്വാസികളായ പിതാവിനും പുത്രന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ആ യഥാർത്ഥങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരായിരിക്കണം. ഈ സമൂഹം അക്രമവും അനീതിയുമുള്ള ഈ സമൂഹത്തിൽ അവിടെയുള്ള ഈ തിന്മകളിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കുന്നവരായിരിക്കണം. ഇത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നിബന്ധനയാണ്. വളരെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വലിയ കുർബാനി ചെയ്യേണ്ടതുണ്ട്, ത്യാഗങ്ങൾ. അതുകൊണ്ട് ഓരോ അഹമ്മദി സ്ത്രീകൾക്കും ഓരോ കുട്ടികൾക്കും ഓരോ അഹമ്മദി കുട്ടികൾക്കും നിരന്തരമായി സ്വയം തങ്ങളെ ആത്മീയമായ നിലയിൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ നിലയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായി തീരുകയുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ദീനിൽ സ്ഥൈര്യത്തോടെ നിൽക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കേണ്ടതുണ്ട്. എപ്പോഴും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എപ്പോഴും സത്യത്തിൽ നിലകൊള്ളേണ്ടതുണ്ട്. ഒരു വിശ്വാസിനിയായ സ്ത്രീ വിനയ സ്ത്രീ ഉള്ള സ്ത്രീ ആയിരിക്കണം. സദക്ക നൽകുന്നവരായിരിക്കണം. അവർ വ്രതമനുഷ്ഠിക്കുന്നവളായിരിക്കണം. തങ്ങളുടെ അന്തസ്സിന് അഭിമാനത്തെയും സംരക്ഷിക്കുന്നവരായിരിക്കണം. ചരിത്രത്തെയും സംരക്ഷിക്കുന്നവരായിരിക്കണം. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസിനികളെ സംബന്ധിച്ച് വലിയ പ്രതിഫലം നൽകുന്നതായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ഇതിൽ വ്യാപൃതരായിരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഓർക്കുക, ഈ ലോകം താൽക്കാലികമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഉദ്ദേശം ഈ ലോക ജീവിതമല്ല. അധികം പെൺകുട്ടികളും സ്ത്രീകളും തങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്നോട് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ദുആയുടെ മറുപടി ലഭിക്കാത്തതെന്ന്. അള്ളാഹു തീർച്ചയായിട്ടും വാഗ്ദാനം നൽകിയിട്ടുണ്ട്, എല്ലാ നന്മകളുടെയും പ്രതിഫലം നൽകുന്നതാണെന്ന്, എല്ലാ ദുആകളെയും കേൾക്കുന്നതാണെന്നും. എന്നാൽ ചില അനുഗ്രഹങ്ങൾ അത് ക്ഷമ അനിവാര്യമാണ്. അതിനായിട്ട് ഈ ലോകത്തായി അതിന് പ്രതിഫലം ലഭിച്ചേക്കാം, അല്ലെങ്കിൽ മറുലോകത്ത്. യഥാർത്ഥ വിശ്വാസിനി ഈ ലോകത്ത് തങ്ങളുടെ എല്ലാമായിട്ട് കരുതുന്നില്ല. മറിച്ച് അവരുടെ കണ്ണുകൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ആ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കായിരിക്കും, അതായത് പരലോകത്തെക്കുറിച്ചായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദീനിൽ സ്ഥിരമായി സ്ഥൈര്യത്തോടെ നിലനിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ധാർമ്മിക അവസ്ഥകളെ അഭിവൃദ്ധിപ്പെടുത്തുന്നവരാണെങ്കിൽ, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രതീക്ഷകളെ അതിനേക്കാൾ ഉപരിയായിട്ട് അള്ളാഹു നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ധാർമ്മിക കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒരു വിശ്വാസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അത് കരസ്ഥമാക്കുകയാണെങ്കിൽ, അള്ളാഹു ദീനിനെ പരിപൂർണമാക്കിയിരിക്കുന്നു. ഒരു മുസ്ലിം എന്ന നിലയിൽ കലിമ വായിക്കുന്നത് മാത്രം മതിയാവതല്ല, മറിച്ച് ഒരു വലിയ ചിന്തയും ലക്ഷ്യവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനെ പൂർത്തിയാക്കേണ്ടതിനെ ശ്രമിക്കേണ്ടതുമാണ്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, പലരും പറയുന്നുണ്ട് നാവ് കൊണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വാസിനിയാണെന്ന്. എന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ ക്ഷമ കാണിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവർ പറയുന്നു, അത് ഞങ്ങളുടെ ദുആ സ്വീകരിക്കുന്നില്ല എന്ന്. ഹുസൂർ പറയുന്നു, അള്ളാഹു തൻ്റെ ദാസരെ വളരെ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ
അള്ളാഹു പറയുന്നത് നമ്മളും അത് യാതൊരു അചഞ്ചലമായിട്ടുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ടവസ്ഥകളിലും അള്ളാഹുവിൽ പരിപൂർണ്ണ വിശ്വാസം കൈക്കൊള്ളുന്നവരായിരിക്കണം. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കുനിയേണ്ടതാണ്. എത്ര ബുദ്ധിമുട്ടുകൾ വിശ്വാസിക്കുണ്ടായാലും അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഒരിക്കലും യാതൊരു ഒരു മാറ്റവും ഉണ്ടാകുന്നതല്ല. ഒരിക്കലും തന്നെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഒരു തെറ്റായ ഒരു ചിന്ത മനസ്സിലുണ്ടാകുന്നതല്ല. അള്ളാഹു സർവ്വലോക പരിപാലകനാണ്. അവൻ നമ്മളിൽ അനന്തമായിട്ടുള്ള അവൻ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. നമ്മുടെ ജീവിതം നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മഴ പോലെ വർഷിക്കുന്നുണ്ട്. നമ്മൾ അനീതി ചെയ്ത് നമുക്ക് ഒരിക്കലും തന്നെ പറയാൻ സാധിക്കില്ല. നാം എല്ലാ ഈ താൽക്കാലികമായ ബുദ്ധിമുട്ടുകളെയും സ്വീകരിക്കുകയാണെങ്കിൽ, നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അള്ളാഹുവിന് വേണ്ടി സഹിക്കുകയാണെങ്കിൽ, അള്ളാഹു പറയുന്നു, അള്ളാഹു വളരെയധികം പ്രതിഫലം നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നിങ്ങൾ ഓതുക. വിശുദ്ധ ഖുർആൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ച് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ ജമാഅത്തിലെ പലരും ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഫൽ യസ്തജീബു ലി വൽ യുഅ്മിനൂ ബി, അങ്ങനെ ആയിരിക്കണം. എന്നിൽ വിശ്വസിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ കൽപ്പന, അള്ളാഹുവിൻ്റെ നിങ്ങൾ കേൾക്കുക, അവനനുസരിക്കുക, അവനിൽ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ വിശ്വാസത്തെ അതിനെ വർദ്ധിപ്പിക്കുന്നതിനായി വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങളെ ശ്രദ്ധിക്കുക. വളരെ നല്ല മനസ്സിരുത്തി തന്നെ പാരായണം ചെയ്യുക. അതിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിലെ ഓരോ കൽപ്പനകളെയും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നൽകുന്ന കൽപ്പനകൾ എല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അവൻ ഇതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം സ്വയം വിട്ടു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം അള്ളാഹുവിൻ്റെ യഥാർത്ഥ അനുഗ്രഹത്തിനും അവകാശികളാകുകയുള്ളൂ. ഞാൻ ദുആ ചെയ്തു, കുറച്ചു കാലം ഒന്നും സംഭവിച്ചില്ല. അവർ കാണുന്നില്ല, അതിലെത്രത്തോളം വൈരുദ്ധ്യമുണ്ടെന്ന് നോക്കുന്നില്ല. അവർ തങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അവർ ബുദ്ധിമുട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. എന്നാൽ ആരുടെ വിശ്വാസമാണ് ദൃഢമായിട്ടുള്ളത്, അവർക്കറിയാം അതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് ഓരോ അഹമ്മദിയും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തെ അതിൽ അഭിവൃദ്ധി പ്രാപിക്കുക. നിരന്തരമായി തങ്ങളുടെ ശബദത്തെ ഓർക്കുക. നാം ചെയ്ത ഈ ഒരു ശബദം, ഇതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വാഗ്ദാനത്തെ പൂർത്തിയാക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തെ അള്ളാഹുവിന് വേണ്ടി ദൃഢമാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ പ്രതിഫലങ്ങളും വളരെ മഴ പോലെ നിങ്ങളുടെ മേൽ വർഷിക്കുന്നതാണ്. പല പ്രാവശ്യവും അഹമ്മദി സ്ത്രീകളുടെ ഉദാഹരണങ്ങൾ നൽകാറുണ്ട്. അവർ തങ്ങളുടെ ദീനിനെ, അതിലെ ദൃഢമായ നിലനിൽപ്പിനെ, അവരുടെ ത്യാഗങ്ങളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. പറയുന്നു, ഹുസൂർ, ഞാൻ പല മാതൃകകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലുള്ള, വളരെ ദൂരമുള്ള സ്ഥലങ്ങളിലുള്ള സംഭവങ്ങളുണ്ട്. അതിലേക്കുള്ള വഴികൾ
ആ, ആ, അവരുടെ അവർ അവർ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി വളരെ വലിയ ത്യാഗങ്ങൾ നൽകിയിരിക്കുന്നു. പല രീതിയിൽ അള്ളാഹു അവരിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാ തരത്തിലുള്ള ത്യാഗങ്ങൾക്കും തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും ഓർക്കുക, അള്ളാഹു ഒരിക്കലും തന്നെ നിങ്ങളെ വെറും കൈയോടെ മടക്കുന്നതല്ല, മറിച്ച് നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതായിരിക്കും. അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസം ഉണ്ടാക്കുന്നതിനായി അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ഇത് സംബന്ധിച്ച് വിശ്വാസിനികൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിരിക്കണം. ഹുസൂർ പറയുന്നു, ഒരു അഹമ്മദീസ് ആദ്യം നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർത്തിയാക്കുക, പിന്നെ നിങ്ങൾ പരിശ്രമിക്കുക, പിന്നീട് മറ്റുള്ള എല്ലാ കൽപ്പനകളും പൂർത്തിയാക്കുന്നതിന് ശ്രമിക്കുക. ലജ്ന മൈലായുടെ ആത്മീയ ധാർമ്മിക ഉന്നതിക്ക് വേണ്ടി, കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ മജ്ലിസ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജമാഅത്തിൻ്റെ രീതി ഇതാണ്, സ്ത്രീകളുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നതിനുള്ള, അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നത്? ലജ്നായ്മയില്ല ആത്മീയ ധാർമ്മിക ഉന്നതിക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയുമുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കാറുള്ളത്. സ്ത്രീകൾ തങ്ങളുടെ വൈജ്ഞാനികവും ബുദ്ധിപരമായ കഴിവുകളെയും പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പരിപാടികളിലും സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും അനുസരണയോട് കൂടി അതിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ വലിയ ഉന്നതമായ വികാരത്തോടു കൂടി അതിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളിൽ മാതാക്കളാകുന്നവരുണ്ടാകും. നിങ്ങളുടെ ചുമലിൽ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ കേവലം നിങ്ങളുടെ അവസ്ഥകളെ ഉത്തരവാദികൾ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ കുട്ടികളുടെയും നിങ്ങൾ വരുന്ന തലമുറകളുടെയും ഉത്തരവാദിത്തം നിങ്ങളുടെ മേലാണുള്ളത്. നിങ്ങൾ ഈ സുപ്രധാനമായ സേവനത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പരിശുദ്ധ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ നിങ്ങൾ കുട്ടികളിലും ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കുന്നവരായി തീരുന്നതാണ്. ഇസ്ലാമിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ ആ ഒരു നിലവാരം തലമുറകളായി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരായി തീരുന്നതാണ്. നിങ്ങളിൽ പലരും നബി ഹദീസ് കേട്ടിട്ടുണ്ടാകും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇഷ്ടപ്പെടേണ്ടത് അത് സ്വയം ഇഷ്ടപ്പെടുന്ന വസ്തുവായിരിക്കണം. താൻ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക. അത് നിങ്ങളുടെ ദുആ സ്വീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഉന്നതമായ ധാർമ്മികമായ അവസ്ഥയിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതോടൊപ്പം നിങ്ങളിൽ ഉണ്ടാകേണ്ട അഭിലാഷം നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ സഹോദരികളിലും അതും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ മറ്റൊരു സുപ്രധാന അടിസ്ഥാന പ്രത്യേകത സത്യസന്ധതയാണ്. അത് പരിപൂർണ്ണ മേഖലയിൽ വിശ്വസിക്കുന്നവർ എപ്പോഴും സത്യം പറയുന്നവരായിരിക്കും. അവർ തീർച്ചയായിട്ടും സത്യസന്ധമായ മാർഗമായിരിക്കും തിരഞ്ഞെടുക്കുക. അവർ ഒരു ആത്മീയമായ ജിഹാദിലൂടെയാണ് മുൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജിഹാദ് എല്ലാ തരത്തിലുള്ള ഷിർക്കിൽ നിന്നും അവരെ പരിശുദ്ധമാക്കുന്നു. മറിച്ച് ഒരു വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നു. കുട്ടികളിൽ വലിയൊരു ശിക്ഷണം അതുമൂലം സാധ്യമാകുന്നു. അവർ കളവിനെ വെറുക്കുന്നു, ഷിർക്കിനെ ഉപേക്ഷിക്കുന്നവരായിത്തീരുന്നു. തീർച്ചയായിട്ടും ഒരു വ്യക്തി സത്യസന്ധതയിൽ നിലനിൽക്കുന്നുവെങ്കിൽ, സത്യസന്ധ മാർഗത്തിൽ നിലകൊള്ളുന്ന വ്യക്തിയാണെങ്കിൽ, അവർ സമൂഹത്തിൽ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം വിതറുന്നവരായിത്തീരുന്നതാണ്. കളവ്, അസത്യം ഒരു
തിന്മയുടെ താക്കോലാകുന്നു. എല്ലാ തരത്തിലുള്ള സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നതാണ്. അഹമ്മദികളുടെ അടുത്ത തലമുറ വരുമ്പോൾ, അത് വളർന്നു വരുമ്പോൾ, അത് അവരെ ആഗ്രഹിക്കുന്നത് സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഹുദൂർ പറയുന്നു, കുട്ടികളുടെ ശിക്ഷണം, കുട്ടികളെ വളർത്തുക ഈ അനിസ്ലാമിക സമൂഹത്തിൽ വളരെ വലിയൊരു ചാലഞ്ച് ആകുന്നു. ഹുദൂർ പറയുന്നു എങ്ങനെയാണ് ഈ സമൂഹത്തിൽ അവരെ നമുക്ക് വളർത്താൻ സാധിക്കുക എന്നുള്ളത്, പരിപാലിക്കാൻ സാധിക്കുക. അതിന് മാതാപിതാക്കൾ സ്വയം ഒരു മാതൃകയായി തീരണം. മാതാപിതാക്കൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ അനുസരിക്കുന്നവരാണെങ്കിൽ, അതിൽ നിൽക്കുന്നവരാണെങ്കിൽ, തീർച്ചയായും കുട്ടികൾ അത് കണ്ടുകൊണ്ട് അത് അനുകരിക്കുന്നതായിരിക്കും. ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് അധിക സമയം മാതാക്കളോടൊപ്പമായിരിക്കും. അവർ എന്താണോ മാതാവിൽ കാണുന്നത് അത് അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നു. അതിനെയാണ് അവർ ശരിയായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഓരോ മുഹമ്മദി മാതാവും ഈ ഷിർക്കിൻ്റെ ഈ ഒരു സമൂഹത്തിൽ അവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടവരായി തീരേണ്ടതാണ്. സാമൂഹികമായി ലജ്നായുമായില്ല ചെയ്യേണ്ടത്, ഒരു ക്യാമ്പയിൻ തുടങ്ങണം. ഈ സമൂഹത്തിൽ സത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, സത്യസന്ധതയെ നിലനിർത്തുന്നതിന് വേണ്ടി. സത്യസന്ധത ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ നിക്കാഹിൻ്റെ അവസരം ചെയ്യുന്ന ആയത്തിൽ, വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ വിശ്വാസികളോട് തഖ്വയിൽ നിലനിർത്താൻ വേണ്ടി പ്രത്യേകമായി ഉന്നി പറയുന്നു. ഹുദൂർ പറയുന്നു, അള്ളാഹു കളവിനെ ഒരു ഷിർക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ അഹമ്മദിയും അവർ ഇതിനെ മനസ്സിലാക്കുകയും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും സത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. എന്തിനാണ് എത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. സ്ത്രീകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവർ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം മാതാക്കൾക്കുണ്ട്. അതുകൊണ്ട് അഹമ്മദി മാതാക്കൾ തങ്ങളുടെ ആ ശക്തമായിട്ടുള്ള ആ പ്രഭാവം, സത്യത്തിൻ്റെ ആ പ്രഭാവം കുട്ടികൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമൂഹത്തിൽ സത്യസന്ധതയുടെ അടിത്തറ പാകുന്നതായിരിക്കും. അതുകൂടാതെ സത്യസന്ധത നിൽക്കുന്ന ഒരു സമൂഹം അത് ധൈര്യമുള്ള ഒരു സമൂഹമായി മാറുന്നതാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ സന്ദേശം യാതൊരു ഭയവുമില്ലാതെ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. വിശ്വാസിനികളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം സബറാണ്, ക്ഷമയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെയും, പ്രത്യേകിച്ച് ദുഷ്കരമായ അവസരത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് അത് കാരണമായി തീരുന്നു ക്ഷമ. വീടുകളിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മാതൃക കാണിക്കേണ്ട അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. വീടുകളിൽ ക്ഷമയുടെ ക്ഷമയില്ലാത്തത് പരസ്പരം പല വഴക്കുകളുണ്ടാകുന്നു, പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ടാകുന്നു. അതുകൊണ്ട് ക്ഷമയോടുകൂടി എല്ലാ ബുദ്ധിമുട്ടുകളെയും അകറ്റേണ്ടതാണ്. വളരെ മാന്യതയോടുകൂടി, വളരെ നല്ല സ്വഭാവത്തോടുകൂടി, പെരുമാറ്റത്തോടുകൂടി പെരുമാറേണ്ടതാണ്. അപ്പോൾ മാത്രം വീട്ടിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം വീടുകളിൽ സംജാതമാകുകയുള്ളൂ. അഥവാ അവസ്ഥ വളരെ മോശമാകുകയാണെങ്കിൽ ജമാഅത്ത് സംവിധാനത്തിലേക്ക് എത്താവുന്നതാണ്. അതിനെ അവിടെ തന്നെ നിയന്ത്രിക്കേണ്ടതാണ് ജമാഅത്ത് സംവിധാനത്തിലൂടെ. വിശ്വാസിനികൾ മാതാക്കളാണെങ്കിലും സഹോദരിമാരാണെങ്കിലും മകളാണെങ്കിലും ശരിയായ ബന്ധം, പരസ്പരമുള്ള ബന്ധം അത്
സ്നേഹത്തിൻ്റെ ബന്ധമായിരിക്കണം, വിശ്വാസത്തിനുള്ള ബന്ധമായിരിക്കണം. എപ്പോഴും ഓർക്കുക, ഒരു സമാധാനമായ ഒരു വീട് ഒരു സമാധാനത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു അടിസ്ഥാന ഇഷ്ടികയാകുന്നു. വീടുകളിൽ സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണെങ്കിൽ അത് മുഴുവൻ സമൂഹത്തിലും അത് നൽകുന്ന സന്ദേശം എല്ലാ വ്യക്തികളും തങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ പരിഗണിക്കുകയാണെങ്കിൽ, ജനങ്ങൾ ക്ഷമ കാണിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള അന്തരീക്ഷം അത് പലതരത്തിലുള്ള വഴക്കുകളും കലാപങ്ങളും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഒരു അഹമ്മദി അന്തരീക്ഷം അത് നന്മയിലും സത്യസന്ധതയിലുമായിരിക്കണം. അവർ ക്ഷമ കാണിക്കുന്നവരായിരിക്കണം എല്ലാ അവസ്ഥയിലും. അതൊരു ബലഹീനതയല്ല ക്ഷമ എന്നുള്ളത്. ഏത് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം കരുതുന്നത് ക്ഷമ ഒരു ബലഹീനതയാണെന്നാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ശക്തി തന്നെയാണ്. വളരെയധികം ധൈര്യം ക്ഷമയ്ക്ക് ആവശ്യമുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഒരു നഷ്ടം, ഇതിൽ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസറുകളും അത് പ്രഭാവം ഉണ്ടാക്കുന്നവർ, അത് നെഗറ്റീവായിട്ടുള്ള പ്രഭാവം ഉണ്ടാക്കുന്നവരുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ വക്കീലിനെ ഏർപ്പെടുത്തുക, എന്നിട്ട് ഖുല അല്ലെങ്കിൽ തലാഖ് വാങ്ങുക. അത് വളരെയധികം ധൃതിപ്പെടുന്നു അത് ആ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി. പ്രത്യേകിച്ച് സ്ത്രീകൾക്കായി ഇത് വളരെയധികം നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവരെ നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ക്ഷമ ഇല്ലാതെ അത് ധൃതി കാരണം പലതരത്തിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നു. ഇതിനെ സംബന്ധിച്ച് വളരെയധികം അന്വേഷണം നടത്തിയിട്ടുണ്ട്. കുട്ടികളിൽ ഇതിൽ വളരെ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. വിശ്വാസികളെ സ്ത്രീകളും പുരുഷന്മാരും എപ്പോഴും ദുആയിൽ മുഴുകിയിരിക്കേണ്ടതാണ്. വീട്ടിലെ ആ ഐക്യം എപ്പോഴും സ്ഥാപിക്കുന്നതിന് വേണ്ടി എപ്പോഴും അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഏതെങ്കിലും പ്രശ്നത്തിൽ അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ജമാഅത്തിൽ നിന്ന്, അത് രഹസ്യമായിട്ടാണെങ്കിലും ജമാഅത്തിൽ നിന്ന് അതിന് സഹായം തേടുക. അത് പ്രത്യേകമായി അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിലായിക്കൊണ്ട് അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നതായിരിക്കും. ജമാഅത്തിലെ ഭാരവാഹികളുമായിട്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതും ക്ഷമയുടെ ഒരു ഭാഗം തന്നെയാണ്. ഒരു ഭാരവാഹി എന്നതിൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരിലും തെറ്റ് സംഭവിക്കാം. അവർ മനുഷ്യരാണ്. ചിലപ്പോൾ മറ്റൊരു പാർട്ടി അത് അവർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വളരെയധികം അവർ ഉത്തേജിതരാകാറുണ്ട്. വളരെ ദേഷ്യപ്പെടാറുണ്ട്. പിന്നീട് സ്വയം അവർ അക്രമം ചെയ്യുന്നവരായി മാറും. തങ്ങളുടെ വിശ്വാസത്തെ, അവരുടെ അഹങ്കാരം ഒരു അപകട കാരണമായി തീരുന്നു. പിന്നീട് ഇതുപോലെ ഈ ഒരു ഏകത്വം, ഐക്യം അതിനെ തകർക്കുന്നതിനുള്ള ഈ ഒരു അവസ്ഥ മുഴുവൻ സമൂഹത്തിലും വ്യാപിക്കുന്നു. ഇത് വളരെ നിസ്സാര കാര്യമല്ല. സമൂഹത്തിൻ്റെ സമാധാനത്തിന് വളരെയധികം അനിവാര്യമായ കാര്യമാണത്. അത് വീട്ടിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് അത് സമൂഹത്തിൽ മൊത്തം അത് വ്യാപിക്കുന്നതായിരിക്കും. അതിന് പ്രഭാവം ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നീട് മറ്റൊന്ന് എളിമയാണ്. പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനമാണിത്. അങ്ങനെയുള്ള സമൂഹത്തിൽ ശാന്തി സമാധാനം ഉണ്ടാകുന്നു. ഒരു അഹമ്മദി സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ
എളിമ പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികളിൽ ഇപ്പോൾ അത് എളിമ ഉണ്ടാക്കുന്നവരാണെങ്കിൽ, അത് ലോകത്ത് സമാധാനവും ശാന്തിക്കും ജാമ്യക്കാരാവുന്ന ഒരു തലമുറയായിരിക്കും അവർ വളർത്തിയെടുക്കുന്നത്. അത് ലോകത്തെ നാശനഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു തലമുറയായിരിക്കും അവർ സംജാതമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഒരു നമ്മുടെ ഒരു പ്രവർത്തനവും അഹങ്കാരം അടങ്ങിയതായിരിക്കരുത്. ഒരു അഹമ്മദി എന്ന നിലയിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. നിന്റെ എളിമയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനോട് പറയുകയുണ്ടായി. മസീഹ് ഇസ്ലാമിൻ്റെ ആ എളിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത്, നാം ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ ഒരു പരിശുദ്ധ മാതൃകയെ നാം പിന്തുടരേണ്ടതുണ്ട്. മറ്റൊരു സവിശേഷത, മറ്റൊരു നന്മ ഒരു വിശ്വാസിനിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ സദക്കയിൽ, ദാനധർമ്മങ്ങളിൽ മുന്നേറുന്നവരായിരിക്കും എന്നുള്ളതാണ്. അവരിൽ വേണ്ടി ചെലവഴിക്കുന്നവരായിരിക്കും. വിശുദ്ധ ഖുർആനിൽ സംബന്ധിച്ച് പറയുന്നു, അസാധാരണമായ നിലയിൽ അവർ സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവരായിരിക്കും എന്ന് പറയുന്നു. ജമാഅത്തിൻ്റെ സേവനത്തിനായി പള്ളിയിൽ പണിയുന്നതിന് വേണ്ടി അവർ സമർപ്പിക്കുന്നു. മറ്റു പല പദ്ധതികൾക്ക് വേണ്ടിയും അവർ ചെലവഴിക്കുന്നു. എല്ലാ അഹമ്മദി സ്ത്രീകളിലും ഈ ഒരു ത്യാഗത്തിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. അവരുടെ ഈ മാതൃകയെ പിന്തുടരേണ്ടതാണ്. ഇതൊരു വിശ്വാസിനിക്ക് വേണ്ട പ്രത്യേകതയാണ്. അവർ റമദാനിൽ വ്രതമനുഷ്ഠിക്കുന്നവരാണ്. വ്രതം ഒരു നന്മയാണ്. അവരിൽ ത്യാഗത്തിൻ്റെ ഒരു മനോഭാവം അവരിൽ ഉണ്ടായിരുന്നു. ഒരു വ്യക്തി, വ്രതമനുഷ്ഠിക്കുന്നൊരു വ്യക്തി, അവർ തിന്മയെ ഇല്ലാതാക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള വ്യക്തി തങ്ങളുടെ സമൂഹത്തെ നന്നാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കും. അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രമല്ല, മറിച്ച് സമൂഹത്തിന് വേണ്ടിയും പരിശ്രമിക്കണമെന്നുള്ളതാണ്. വിശ്വാസികളും വിശ്വാസിനികളോടും ഹയയെ സംബന്ധിച്ച്, ലജ്ജയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ലജ്ജ വസ്ത്രങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, മറിച്ച് മനുഷ്യൻ്റെ കണ്ണുകളും കാതുകളും നാവുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഓരോതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ബാഹ്യമായ രീതിയിൽ അള്ളാഹു സ്ത്രീകൾക്ക് ലജ്ജയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു വസ്ത്രം, പ്രത്യേക വസ്ത്രം അണിയുന്നതിന് വേണ്ടി അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അന്യപുരുഷന്മാരുടെ കണ്ണുകൾ പതിക്കാതെ രീതിയിലുള്ള വസ്ത്രം, അതായത് അവരിൽ ഒരു തരത്തിലുള്ള ദുർചിന്തകളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. സ്ത്രീകളുടെ ചാരിത്രത്തെ ചവിട്ടിമെതിക്കുന്ന ആ ഒരു നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണത്. ഇപ്പോൾ ലോകത്ത് ഈ വസ്ത്രങ്ങൾ കുറച്ചുകൊണ്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണുള്ളത്. അഹമ്മദി സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ദീനിൽ പരിപൂർണ്ണമായി ഉറച്ചു നിൽക്കണം. ഈ ദീനിൻ്റെ ഈ അധ്യാപനങ്ങൾ അത് എല്ലാ തരത്തിലുള്ള ബാഹ്യമായ ഫാഷനിൽ നിന്ന് മറുസ്ഥാ തങ്ങളെ സ്വയം രക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുക. സ്ത്രീകളുടെ യഥാർത്ഥ അവകാശങ്ങളിൽ ഒന്ന് അവർക്ക് അധ്യാപനം നൽകുക എന്നുള്ളതാണ്, വിദ്യാഭ്യാസം നൽകുക. സ്ത്രീകൾക്ക് പിന്തുണച്ച അവകാശവുമുണ്ട്. അള്ളാഹു സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നതിൽ തടയുന്നില്ല.
വീടിൻ്റെ ആ 4 കെട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കണമെന്ന് പറയുന്നില്ല. മറിച്ച് അള്ളാഹു ഇതോടൊപ്പം തന്നെ ചില ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ പുരുഷന്മാരിൽ അകന്നു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യാതൊരു തരത്തിലുള്ള തിന്മയുടെ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. വിശുദ്ധ ഖുർആൻ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നു. മൂസ അലൈഹിസ്സലാം 2 സ്ത്രീകളെ കാണുകയുണ്ടായി. അവർ തങ്ങളുടെ മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു ഒരു കിണറിനടുത്ത്. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്? അതായത് പുരുഷന്മാർ അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ച് കഴിയുമ്പോൾ ചെന്നുകൊണ്ട് ആ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു കാത്തു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ മാറി നിന്നത്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ലജ്ജയിലേക്ക് അത്തരത്തിലുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. അവർ ലജ്ജയിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ ജലസകളിൽ സ്ത്രീകളും പുരുഷന്മാരും അതിന് ഇടയിൽ മതിലുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പർദ്ദ ഉണ്ടായിരിക്കില്ല. ഹുസൂർ പറയുന്നു, അഹമ്മദി സ്ത്രീകൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആത്മീയമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അത് തങ്ങളുടെ അന്തസ്സിനും അഭിമാനത്തിനും നഷ്ടമുണ്ടാക്കുന്നവരായിരിക്കും. അത് നന്മയിലും ലജ്ജയും അഭിമാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഒരിക്കലും തന്നെ ആ ലജ്ജയുടെ ലജ്ജയെ ഒരിക്കലും തന്നെ കൈവിടരുത്. നിങ്ങൾ ഓർക്കുക, ഒരു സ്ത്രീയുടെ കുറിച്ചുള്ള പ്രതീക്ഷ, അവളുടെ ലജ്ജ ആ സ്ത്രീയെ ആ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നു. ലജ്ജ കാരണം നിങ്ങളുടെ സ്ഥാനം നഷ്ടമാകുന്നില്ല, അല്ലെങ്കിൽ കുറയുന്നില്ല. അത് നിങ്ങളുടെ നിലവാരത്തെ ഉയർത്തുകയാണ് ചെയ്യുക. നിങ്ങളിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അത് ഇല്ലാതാക്കുന്നില്ല. മറിച്ച് പർദ്ദ ഒരു യഥാർത്ഥ സൗന്ദര്യമാകുന്നു. അത് നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ അഭിമാനമുണ്ട് എന്നുള്ളത് പ്രതീകമാണത്. നിങ്ങൾ ഇതിൽ യാതൊരു തരത്തിലുള്ള പരിഭ്രാന്തിയും കാണിക്കരുത്. ഹുസൂർ പറയുന്നു, ആദ്യം ഞാൻ ഓതിയ ആയത്ത്, അതിൽ അള്ളാഹു പറയുന്നു, വിശ്വാസികൾ എപ്പോഴും ഓർക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക. ആരാണ് ഈ നന്മയിൽ നന്മ കരസ്ഥമാക്കുന്നത്? അവർ എപ്പോഴും അള്ളാഹുവിൻ്റെ ആരാധനയിൽ നിലനിൽക്കുന്നത്, യഥാർത്ഥമായ നിലനിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ സ്നേഹത്തെ തങ്ങളുടെ ജീവിത ലക്ഷ്യമായി കണക്കാക്കുന്നത്. അവർ ലോകത്തിൻ്റെ ഈ ഭൗതികമായ തിളക്കങ്ങളിൽ ഒരിക്കലും തന്നെ അവർ പ്രഭാവിതരാകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു വളരെയധികം സുവാർത്തകൾ നൽകുന്നു. അസാധാരണമായ വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അള്ളാഹു അവരോട് പ്രവർത്തിക്കുന്ന രീതിയിൽ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവൃത്തി അവരോട് ഉണ്ടാവുക. ഇസ്ലാം ഒരു ദുർബലമായ അധ്യാപനമാണെന്ന് ഒരിക്കലും കരുതരുത്. അതിൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യൻ്റെ പ്രകൃതവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നു, ലായിക്കുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്സാഹ. അള്ളാഹു ആർക്കും തന്നെ അവൻ്റെ കഴിവിൽ ഇല്ലാത്ത ഭാരങ്ങൾ നൽകുന്നതല്ല. അള്ളാഹു നമുക്ക് ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരം ഞങ്ങൾ ഇടരുതേ എന്നുള്ള ദുആ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നത്, ഒരു
ഭാരവും നമ്മുടെ കഴിവിന് അതീതമായിട്ടില്ല, നമുക്ക് നൽകുന്നതല്ല. അള്ളാഹു പറയുന്നു, ഞാൻ വളരെയധികം പുറത്ത് നൽകുന്നവനാണ്. അഗർ മനുഷ്യനെ ത്യാഗം ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു പറഞ്ഞുള്ള നന്മകൾ കരസ്ഥമാക്കുകയാണെങ്കിൽ അള്ളാഹു അസാധാരണമായ നിലയിൽ അതിന് പ്രതിഫലം നൽകുന്നതായിരിക്കും. നിങ്ങൾ ഓർക്കുക, ഒരു വലിയ സ്ഥാനം കരസ്ഥമാക്കുന്നതിന് വളരെയധികം പരിശ്രമം അനിവാര്യമാണ്. നാം പരിശ്രമിക്കുമ്പോൾ, ലോകത്തിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ, എന്തുകൊണ്ട് ദീനുമായിട്ട് ബന്ധത്തിലുള്ള കാര്യത്തിൽ അത് നമുക്ക് പെട്ടെന്ന് ലഭിക്കുമെന്ന്, എളുപ്പത്തിൽ ലഭിക്കുമെന്ന് നാം എങ്ങനെ കരുതും? അതുകൊണ്ട് പരിശ്രമവും ത്യാഗവും അത് വളരെയധികം അനിവാര്യമായിട്ടുള്ളതാണ്. എല്ലാ വിജയത്തിനും അത് അനിവാര്യമാണ്. നിങ്ങളെപ്പോഴും ഓർത്തുകൊള്ളുക, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം, അത് നിങ്ങളുടെ ദീൻ എന്താണ് നിങ്ങൾ പറയുന്നത്, എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് വളരെയധികം പുറത്ത് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക, അനുസരിക്കുക. തങ്ങളുടെ വാഗ്ദാനത്തെ എപ്പോഴും ഓർക്കുക. എല്ലാ ഭൗതികതയിൽ നിന്ന് എപ്പോഴും ദീനിനെ മുൻപിച്ച് നിർത്തുന്നതാണെന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുന്നവരായിരിക്കണം, നിങ്ങളുടെ തലമുറകളെ രക്ഷിക്കുന്നവരായിരിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഭൗതിക വിദ്യാഭ്യാസം കുറവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ശരീഅത്തിനുള്ള അധ്യാപനം നൽകി. അവർക്ക് മനസ്സിലായി, ആ സ്ത്രീകളത് മനസ്സിലാക്കി. അവർ അത് തങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു. തങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. നമ്മുടെ മുന്നിൽ പല മാതൃകകളുമുണ്ട്. ആ ആദ്യ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പല ത്യാഗങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത് മനസ്സിലാക്കേണ്ടത്, അത് പഠിക്കേണ്ടെങ്കിൽ നമുക്ക് പ്രയോജനം നൽകുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളിൽ ഒരു മഹത്തായ പരിവർത്തനം സ്ത്രീകളെ സംജാതമാക്കി. അതിർത്ത് മുസ്ലിം മതത്തിൽ പറയുന്നു, ഈ ജമാഅത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ആദ്യ കാലഘട്ടത്തിലെ സഹാബിയാത്ത് പോലെ ആയിരിക്കണമെന്ന്. ഒരു ആത്മീയമായ പരിവർത്തനം ഉണ്ടാക്കുന്ന ജമാഅത്തായിരിക്കണമെന്ന്. ഈ ഭൗതിക ലോകത്തിൻ്റെ തിളക്കങ്ങളിൽ, ഈ ബാഹ്യമായിട്ടുള്ള ഈ സമ്പത്തുകളിൽ അതിൽ അടിപ്പെട്ടു പോകാതെ നിങ്ങൾ ആത്മീയത കരസ്ഥമാക്കുന്നവരായിരിക്കണം. യഥാർത്ഥ ദീനിനെ, യഥാർത്ഥ വിശ്വാസിയുമായി തീരുക. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കുന്നവരും അള്ളാഹുവിൻ്റെ കൽപ്പന മനസ്സിലാക്കുന്നവരും, ചെറിയ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നവർ, അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള പ്രായത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ദീനി വിദ്യാഭ്യാസം വളർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. നമസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ സ്ത്രീകൾക്കും പെൺകുട്ടികളും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു അസാധാരണമായ ജമാഅത്തിന് വേണ്ടി ഒരു മാതൃകയായി തീരുന്നതാണ്. ജമാഅത്ത് നിങ്ങൾ മുഖേന അഭിവൃദ്ധി പ്രാപിക്കുന്നതായിരിക്കും. ചരിത്രത്തിൽ ഏത് സ്ത്രീകളാണ് വലിയ സ്ത്രീകൾ ത്യാഗങ്ങൾ നൽകിയിട്ടുള്ളത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അവർ വളരെ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലും അതേ മാർഗത്തിൽ തന്നെ സ്ത്രീകൾ സഞ്ചരിക്കുകയുണ്ടായി. അതിൻ്റെ വലിയൊരു മാതൃക ഏതാനും വർഷം മുമ്പ് ബുർക്കിന ഫാസോയിൽ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അവിടെ അഹമ്മദി സ്ത്രീകളും പുരുഷന്മാരും അസാധാരണമായ നിലയിൽ ധൈര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അവരുടെ പുരുഷന്മാർ തങ്ങളുടെ ജീവിതം ഇസ്ലാമിനോട് സമർപ്പിച്ചപ്പോൾ സ്ത്രീകളും ആ ജമാഅത്തിന് വേണ്ടി ആ പുരുഷന്മാരോടൊപ്പം തന്നെ അവർ നിലനിൽക്കുകയുണ്ടായി. അസാധാരണമായ ആ ഒരു അചഞ്ചലമായ ഒരു അവസ്ഥ കാണിച്ചു കൊടുക്കുകയുണ്ടായി.
അവർ സ്ഥാപിച്ചത് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കും വാപ്പമാരും തങ്ങളുടെ കൺമുമ്പിൽ ഷഹീദായിട്ടും അവരുടെ ആ ദീന് ഒരിക്കലും തന്നെ ചഞ്ചലമായില്ല. അള്ളാഹു അവരുടെ ഹൃദയത്തിൽ സമാധാനം ഇട്ടുകൊടുക്കുകയുണ്ടായി. അവർക്ക് ഒരു പുതിയ ജീവിതം അവർക്ക് നൽകുകയുണ്ടായി. അവർ ആയിരക്കണക്കിന് ദൂരത്താണെങ്കിലും പല സ്ഥലങ്ങളിൽ വസിക്കുന്നവരാണെങ്കിലും തങ്ങളുടെ ദീനിനു വേണ്ടി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ത്യാഗങ്ങളിൽ, കുട്ടികളിൽ ആ ത്യാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വളരെ വലിയ ഒരു ത്യാഗം സഹിച്ചവരായിരുന്നു. അവരിൽ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നവരായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചപ്പോൾ ഇസ്ലാമിനെ യഥാർത്ഥ മതമായി അംഗീകരിക്കുകയുണ്ടായി. അവർ എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറായി മാറുകയുണ്ടായി. തങ്ങളുടെ ദീനിനു വേണ്ടി ആ സ്ത്രീകൾ ത്യാഗത്തിൻ്റെ ഉന്നതമായിട്ടുള്ളൊരു നിലവാരം സ്ഥാപിച്ച് കാണിക്കുകയുണ്ടായി. അത് നമുക്കെല്ലാം ഒരു അനുകരണ യോഗ്യമായിട്ടുള്ള ഒരു ത്യാഗമാണ്. അവരിലുള്ള ആ ധൈര്യം അത് നമ്മളിൽ ഉണ്ടായിരിക്കണം. എല്ലാ തരത്തിലുള്ള ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആ ഒരു മനസ്ഥിതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എപ്പോഴും സത്യത്തെ മുൻനിർത്തുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു മഹത്തായ പരിവർത്തനം ഉണ്ടാക്കുന്നവരായി തീരുന്നതാണ്. ഇത് പറയാൻ എളുപ്പമാണ്. യഥാർത്ഥ ത്യാഗത്തിന് വേണ്ടി യഥാർത്ഥ ത്യാഗം ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു പരിവർത്തനം അത് എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല. ഈ പരിവർത്തനം ത്യാഗങ്ങൾ മൂലമാണ് ഉണ്ടാവുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരം അത് ഇല്ലാതാക്കുമ്പോഴാണ് ആ പരിവർത്തനം ഉണ്ടാവുക. എല്ലാ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളെയും ത്യജിക്കുമ്പോഴാണ് ആ ഒരു പരിവർത്തനം സാധ്യമാവുക. അതുകൊണ്ട് യഥാർത്ഥ ത്യാഗത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ആ ത്യാഗം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ സ്വയം അതിനുള്ള വ്യവസ്ഥ ഉള്ളിലുണ്ടാക്കും. നിങ്ങളുടെ തലമുറകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇസ്ലാമിനെ ഈ സന്ദേശം ഈ ലോകത്തും ഈ രാജ്യത്തും മറ്റ് ലോകങ്ങളിൽ എല്ലായിടത്തും തന്നെ എത്തുന്നവരായി തീരാൻ ശ്രമിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്ന മിഷൻ, ആ ലക്ഷ്യം, നിങ്ങളത് ചെയ്യുന്നവരായി അള്ളാഹു നിങ്ങളെ മാറ്റുമാറാകട്ടെ. ദുആ ചെയ്യുക.